വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തി. വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നമ്മുടെ ദുൽദുല് പാർക്ക് ചെയ്തതിന് നമുക്ക് പൈസ കൊടുക്കണം. അങ്ങോട്ടാണ് നമുക്ക് പോകാൻ. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഇവിടെ 10 രൂപയായി നമ്മുടെ വണ്ടി വെക്കുന്നതിന്. അതെ എന്തോ ചിലന്തിയാർ വാട്ടർഫാൾസ്. വാട്ടർഫാൾസിലോട്ട് ഇങ്ങനെ പോകുന്നു. ഞാൻ തോന്നുന്നു വാട്ടർഫാൾസിലോട്ട് പോകുന്നു. ഡൈവിങ്. ഇപ്പോൾ അവിടെ വാട്ടർഫാൾസ് ഇങ്ങോട്ടല്ലേ വഴി? വഴിയാണ്. പോയി നോക്കാം. നമുക്ക് ഇതവിടെ കണ്ട ഫ്രണ്ട് വശം ഇങ്ങനെ അവിടെ നിന്ന് ഇതുവഴിയാണോ തിരിയുന്നത്? ആയിരിക്കും. നോ ഡൈവിംഗ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ആളൊന്നും കാണുന്നില്ലല്ലോ. ഇതല്ലേ ഇതല്ലേ അതുവഴി പോയി നോക്കാം. വെള്ളത്തിലൊന്നും എന്തായാലും ഞാൻ ഇറങ്ങത്തൊന്നും ഇല്ല. അത് വേറെ കാര്യം. വാട്ടർഫാൾസ് ഇവിടെ നല്ല ഇറക്കമൊക്കെ. ആളുകൾ ഇതുവഴി ഇറങ്ങുന്നതെന്ന് നോക്കട്ടെ. ഇതുവഴി ആളുകൾ വരുന്നു. ആളുകളാരും കാണുന്നുമില്ല. ഇതുവഴി അല്ലെന്ന് തോന്നുന്നു. അപ്പുറം വഴിയാണ്. ഇതെന്തായാലും അങ്ങോട്ട് പോകും. കാരണം ഇവിടെ ആരെയും കാണുന്നില്ല. അപ്പുറത്താവാനേ സാധ്യതയുള്ളൂ. നമുക്ക് അവിടെ പോയി അതുവഴി ഇറങ്ങാം. നമ്മുടെ മുടി നടുക്കുന്നാണ് പിടിച്ചേക്കുന്നത്. പക്ഷേ ഹെൽമെറ്റ് ഇട്ട് കഴിയുമ്പോൾ കണ്ടത് ഈ ഒരു സൈഡും ഉണ്ടെങ്കിൽ ആവും. അത് പിന്നെ ഇനി നമ്മൾ ആ റൗണ്ട് ചീപ്പുണ്ട് അത് വെച്ചേ ഞാൻ ഇരത്തുള്ളൂ. മറ്റേ ഒന്നും ഇപ്പം മുടി പിടിക്കത്തില്ല. നമുക്ക് ഇതുവഴിയാണ് പോകേണ്ടതെന്ന് തോന്നുന്നു. അത് നമുക്ക് ലൊക്കേഷൻ തെറ്റിപ്പോയി. ഇങ്ങനെ വേണം പോയി നോക്കാം. ആരെയും കാണുന്നൊന്നുമില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ദൂര വണ്ടി പോകുന്നതാണ്. ഒരു മനുഷ്യരും എന്തോ പരിപാടിയാണെന്നാണ്. ഒറ്റയ്ക്കൊക്കെ ഇവിടെ വരുമ്പോൾ പ്രശ്നമില്ല. അല്ലേ നമ്മുടെ യാത്രയൊക്കെ എപ്പോഴും ഒറ്റയ്ക്ക് തന്നെ. എങ്കിലും ഇതേപോലുള്ള റിസ്കി ഏരിയ ഒന്നും ഞാൻ വരലില്ല. പോകാൻ ഇങ്ങോട്ട് എന്തുവാ വാട്ടർഫോൾസ് കഴിഞ്ഞല്ലോ. ഇനി എന്തുവാ കേവാന്ന് തോന്നുന്നു. ഇങ്ങോട്ട് നോക്കാം. കേവ് നമ്മുടെ വണ്ടിയുടെ താക്കോല്. നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചൊക്കെ വരുത്താണ്ടെങ്കിൽ നിങ്ങളെല്ലാം പറയണേ. നിങ്ങളാരും അങ്ങനെ കമൻറ്റ് വലിയ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കമൻറ്റ് ഇടണം. അപ്പോൾ ഇവിടെ ചെളിയൊക്കെ ആണല്ലോ. എങ്ങനെ അപ്പുറത്ത് പോകും? നമ്മൾ പോകുന്ന റൂട്ട് ഇതാ. ഇപ്പം നടന്നാ പോകുന്നത്. വണ്ടി അവിടെ വെക്കുകയും ചെയ്ത് ഇതുവഴിയാണ് പോകുന്നതെന്നൊരു ഐഡിയ ഇല്ല. എന്താ ചെയ്യാറേ? വെറുതെ നമ്മുടെ സമയം മെനക്കെടുത്താനാന്ന് തോന്നുന്നത്. എനിക്കാണെങ്കിൽ ഭ്രാന്തെടുക്കുന്നു. എങ്ങോട്ടാണ് പോകണ്ടേ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല ഗൈസ്. ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പം. എൻ്റെ അടുത്ത് ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഒന്നും എനിക്ക് മനസ്സിലാകത്തില്ല. ഇതെന്തോ ഇത് നടക്കാനേ കുറേ ഇല്ലടി. ഞാൻ നടക്കത്തൊന്നുമില്ല. ഞാൻ തിരിച്ചു നടക്കും. തിരിച്ച് നമുക്ക് അവിടെ പോയി ചോദിക്കാം എങ്ങനെ പോകും ഇത്രയും ദൂരമെന്ന് ചോദിക്കാം. പിന്നെ സംഭവം എവിടെയാണെന്ന് ചോദിക്കണം. കാരണം അവർ പൈസ മേടിച്ചിട്ട് സംഭവം കാണാതെ പോയി. അങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ഇതിൻ്റെ മേളിൽ വരികയും ചെയ്ത് എത്ര നേരത്തെ കഷ്ടപ്പാടിനൊരു ഒടുവിൽ എവിടെ എത്തിയത്. ആരെങ്കിലും കൂട്ടിനെങ്കിലും ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ ആരെയും കാണുന്നില്ല. സൂക്ഷിച്ച് പോകും. എല്ലാ കാടിൻ്റെയൊക്കെ നടക്കുക. എന്തായാലും നമുക്ക് മേളിൽ ചെന്ന് നോക്കാം ഇവിടെ എന്തുവാന്നുള്ളത്. ഇവിടെ ഒന്നും കാണുന്നുമില്ല. ആളുകളെ ഇങ്ങോട്ട് കാണുന്നില്ല. ഇനി അപ്പുറം വഴി വേറെ വഴി എങ്ങാനും ഉണ്ടോയെന്നും അറിയത്തില്ല. അങ്ങോട്ട് പോയി നോക്കാം. നടന്നിട്ട് ശ്വാസം മുട്ടുന്നു. മഹാത്മാഗാന്ധി അത് വേറെ. ഞാൻ ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും എഴുതിയേക്കണം.
അല്ല നമുക്കെന്തായാലും നമ്മുടെ റൂട്ട് അതല്ലല്ലോ, അങ്ങോട്ട് പോയി നോക്കാം. നല്ല ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ തന്നെ വെള്ളച്ചാട്ടം ഒരു 5 ദിവസം. എനിക്ക് 6 മണിക്ക് പിന്നെ വട്ടോടെ ഇറങ്ങാൻ പറ്റും. 7-8 മണി വരെയും പോകാൻ പറ്റും. ഇപ്പൊ തിരക്ക് ടൈമില്ല. ഓക്കെ ഗൈസ്, നമ്മൾ വട്ടം കറങ്ങി നടന്നത്. നമ്മൾ ആദ്യം ഇങ്ങോട്ട് തന്നെ പോയി, പിന്നെ അങ്ങോട്ട് പോയി. കുറേ ഈ പോകുന്ന റൂട്ടിൽ ഒരു ഇടവഴിയുണ്ട്, ആ റൂട്ട് വേണം പോകാൻ. എൻ്റെ റബ്ബേ കുഴഞ്ഞേ, ഓടട്ടെ സമയമില്ല. അതെ, ആ റൂട്ട് ഉണ്ടോ ഗൈസ്? നമ്മൾ അങ്ങോട്ട് നടന്നു, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു. നമുക്ക് ഇതുവഴിയാണ് പോകണ്ടേ, ഇതുവഴി പോകണം. ഇതുവഴി പോയി എല്ലാം കണ്ടിട്ട് വരാം. എൻ്റെ റബ്ബ് ഗൈസ്, പേടിപ്പെടുത്തുന്ന അന്തരീക്ഷം ഇത് കണ്ടോ? അതെ, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഇത് പഴയൊരു വീടല്ല, ചെറിയൊരു ഇതുപോലെ കട്ടടിക്കൊക്കെ വന്നു. കാണിച്ചു തരാം. കണ്ടോ, വെള്ളത്തിൻ്റെ വീടാണ്. ഈ പുഴ കടന്ന് അപ്പുറത്ത് ഒരു കേവാണ്. അപ്പുറത്തോട്ട് എങ്ങനെയാണ് കേട്ടോ പോകുന്നത്? അപ്പുറത്തോട്ട് എങ്ങനെയാണ് പോകുന്നത്? അവിടെ എന്തോ ഉള്ള യെസ്, എനിക്ക് പാലത്തിൽ കൂടെ വേണം പോകാൻ. സൂക്ഷ്യം കണ്ടൊക്കെ വേണം പോകാൻ, ഇല്ലെങ്കിൽ വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. ക്ലിയറുണ്ടോ? നമ്മൾ വെള്ളത്തിൻ്റെ കാലൊന്നും തെന്നരുത്, കാരണം ഇത് അതിനകത്തോട്ട് വീഴുന്നുണ്ട്. ഈ കാൽ ആരാ പുറകിൽ? അവിടെ അതൊക്കെ നല്ല കല്ലിച്ച് പൊട്ടുന്നു. നമ്മളിങ്ങനെ എത്തിയത് അങ്ങനെ വരുന്നു. നമുക്ക് കേവിലോട്ട് പോകാം. ഇവിടെ കേവ് ഉണ്ടെന്ന് പറഞ്ഞു. കേവിനി ചേട്ടാ അവിടുന്ന് മേളിലോട്ട് കയറുന്നതാണോ? ആ, ഓ അതല്ല, ഇങ്ങനെയാണോ അതോ മേളിലോട്ട്? എന്തുവായാലും വഴി അറിയത്തില്ല, നമുക്ക് പോയി നോക്കാം. ഇവിടെ ഒന്നുമില്ല, ഇങ്ങനെയായിരിക്കും പോകണ്ടേ. നോക്കാം. ഫുള്ള് വഴി തെറ്റി വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല മക്കളെ, മറക്കാൻ പാടില്ല. ഇവിടെ ഇരിക്കാനും സാധ്യത. ഈ റൂട്ടല്ലേ? ഓക്കെ, എല്ലാവരും നമുക്ക് റൂട്ട് പറഞ്ഞാൽ നീ റൂട്ടാണ് നമുക്ക്. പൈസ അവസാനം നമുക്ക് വഴി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കേവിലോട്ട് പോവാ. ഉണ്ടോ ഇപ്പം ഇങ്ങനെ? അല്ലോ, ഞാനൊന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇരിക്കാനുള്ള സമയമില്ല കാശ്. 6 മണിക്ക് മുന്നേ ഈ വന്ന പാലം എല്ലാം ഇറങ്ങി, കല്ലും വീടും എല്ലാം ഇറങ്ങിയിട്ട് കാണണം. ഇതുവഴിയാന്ന് തോന്നുന്നു. അങ്ങോട്ടൊരു നിഴൽ പോകുന്നുണ്ട്, ഇതായിരിക്കും വഴി. നമുക്ക് പോയി നോക്കാം. അത് തന്നെ ആള് പോകുന്നത്. നോക്കാം എന്താ ഇവിടെ ഉള്ളത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വന്ന് എൻ്റെ റബ്ബേ, ഫുള്ള് കാടുന്നു. ഇതൊക്കെ ഗൈസ് നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ, കൊള്ളാം. നമ്മൾ ഇതുണ്ടോ, കാട് വെച്ചാൽ ഞാൻ കയറിക്കൊണ്ടിരിക്കാം. മൂപ്പൻ കാട് കയറുക. കുഴഞ്ഞ ബസ്.
തിരിച്ചു നേരെ പോയി. ഇത് പോയാൽ മതി. നമ്മൾ മുകളിലെത്തി. റൂട്ട് എങ്ങോട്ടാന്നറിയോ? ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ ഇങ്ങോട്ട്? നമുക്ക് ഇതുവഴി മേളിൽ കയറാൻ പറ്റും. റൂട്ട് തെറ്റിയല്ലോ. ഇരിക്കുന്നുണ്ടോ? വഴിയൊരു പിടിയില്ല ഗൈസ്. ആ കൺഫ്യൂഷൻ. വന്ന വഴിയെല്ലാം കിടന്ന് ചുറ്റുമെന്നല്ല, ഒരു പിടിയില്ലാത്ത റൂട്ട്. കൊള്ളാം, ഒരു വൈബ്. ഞാൻ എങ്ങനെ അതിനകത്ത് കയറി ഇറങ്ങിയെന്ന് കുറച്ചോന്നറിയാം. എന്തോ ഒരു ധൈര്യത്തിന് കയറി. ഇപ്പം എങ്ങോട്ടാണ് പോകുന്ന റബ്ബേ? അതിനകത്ത് മൃഗങ്ങളൊക്കെ ഉള്ള കേട്ടോ. ഇപ്പം എന്തോ കണ്ടില്ല. ഇത് ഏതാ റൂട്ട്? എങ്ങോട്ടാണ് പോകുന്നേ? ആ ഹൗലവല്ല, എല്ലാം തവക്കലത്തും അല്ലല്ല. പടച്ചോനെ ഏൽപ്പിക്കാം നമുക്കല്ല. അപ്പോൾ കുഴപ്പമില്ലല്ലോ. പടച്ചോനെ നീ എന്നെ കാത്തോണേ. പടച്ചോനെ കാത്തോളി. കല്ലിറങ്ങുന്നേ. ദേ പോകുന്നു. ബ്രേക്ക് എടുക്കടാ, ബ്രേക്ക് പിടിക്കടാ. ഓ, എന്നെയും വണ്ടിയും കുറെ കഷ്ടപ്പെടുത്തി. എങ്ങനെ ഇപ്പം ഇറങ്ങുക? ഓ, കണ്ട് ബെസ്റ്റ് ആ നിൽക്കുന്നവരില്ലേ, അവർ നമുക്ക് വഴി പറഞ്ഞു തന്നു. അവർ ഭയങ്കര സ്നേഹമായിരുന്നു. മോൻ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ വഴിയൊക്കെ പറഞ്ഞു തന്ന് ഇങ്ങനെ താഴെ വഴി പോകാൻ പറഞ്ഞു. മേളിൽ കയറിയാൽ ചിലപ്പോൾ പെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഒറ്റയ്ക്ക് കൂടെ ആയതുകൊണ്ട് ആരും തിരക്കി വരാൻ പോലില്ല. അപ്പോൾ നമ്മൾ മേളിൽ കൂടെ പോവാം. കുറച്ചേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വന്ന വഴിയാണെന്ന് തോന്നുന്നത്. ഇനിയൊരു പാലം കിടക്കാനുണ്ടല്ലോ. പാലം ഇങ്ങനെ കടന്ന് അപ്പുറത്തൂടെ പോകണം. അത് തന്നെ, ഇനിയൊരു പാലമുണ്ട്. ആ പാലം നമ്മൾ നേരത്തെ നമ്മൾ വഴി ചോദിച്ചില്ല. ആ പാലത്തിൽ ചെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളത് ആ മല കയറി, ആ പാലം കയറി. പാലത്തിൽ കയറിയില്ല, നമ്മൾ പാറ വഴി ചവിട്ടി ഇറങ്ങി. എന്തായാലും സെറ്റാണ്, കൊള്ളാം, പൊളിച്ച്. ഇനി നേരെ പട്ടവടയിൽ നിന്ന് അപ്പുറം മൂന്നാർ ഇറങ്ങണം. അവിടെ സ്റ്റേ ആക്കാൻ നോക്കണം, അല്ലെങ്കിൽ എറണാകുളം പോകണം. സാരിയുണ്ട്, നോക്കാം. ആദ്യം വണ്ടി എടുത്തോട്ട്. ഫുഡൊന്നും കഴിച്ചില്ല, വിശക്കുന്നുണ്ട്. വിശപ്പിന് എന്തെങ്കിലും കഴിക്കുന്നുണ്ട്. ഇറങ്ങിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ കൂടി. ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയപ്പോൾ ഒരു പൂജക്കുഞ്ഞു പോലും അതിനകത്ത് പോയി പെട്ട്. എൻ്റെ റബ്ബേ,
കേവി കയറിയിട്ട് എൻ്റെ ഹൃദയമെടുപ്പത് ഇപ്പോഴും നിന്നിട്ടില്ല. പക്ഷെ നമുക്കൊരു തുള്ളി റേഞ്ചില്ല കേട്ടോ. നമ്മൾ വേറൊരു സിം എടുത്തായിരുന്നു ഇവിടെ, അത് നമ്മൾ ഓഫ് ആക്കാത്തേ ഉള്ളൂ. നമ്മൾ വണ്ടിയുടെ അടുത്തോട്ട് കയറ്റം കയറിക്കൊണ്ടിരിക്കുക. വണ്ടിയുടെ പവർ കുറഞ്ഞു, എൻജിൻ വലിക്കുന്നു. റിവേഴ്സിൽ കയറി അങ്ങനെ നമ്മൾ നമ്മുടെ ദുൽദുലിൻ്റെ അടുത്ത് എത്തി. അവൻ്റെ ഇവിടെ ഉണ്ട്, കാണിച്ചാൽ കഴിച്ച്. ഇത് നമ്മുടെ ദുൽദുലേ എൻ്റെ മുത്തുമോൻ, എൻ്റെ തക്കുടു കേട്ടോ. നമുക്ക് എന്തായാലും ഇവനെ അടുത്ത് ഇവിടുന്ന് ഇറങ്ങാം, വണ്ടി വിടാം. അന്ന് ഇനി സമയമില്ല, 6 മണിക്ക് പിന്നെ നമുക്ക് അപ്പുറം കടക്കണ്ടേ. എന്നാലും ഇവിടുന്ന് പോകാം. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പം നമുക്ക് പിന്നെ കാണാം.